കിതാബുൽ ആദാബ് അഖിലിൻ്റെ മര്യാദകൾ അല്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വച്ചിരുന്നു. അതിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഉണ്ടായതാണ് എന്ന് ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയപ്പെട്ടത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. ഭൂമിയിൽ നിന്ന് മേലെ ഉയർത്തി വെച്ചുകൊണ്ട് ഒരു ഡൈനിങ് ടേബിളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, അതുപോലെ അരിപ്പപാത്രം ഉപയോഗിച്ചുകൊണ്ട് മാവ് അത് കൂടുതൽ സോഫ്റ്റാകാൻ വേണ്ടി വൃത്തിയാകാൻ വേണ്ടിയും അരിച്ചെടുക്കുന്ന പാത്രം, അതുപോലെ അസ്നാൻ അല്ലെങ്കിൽ ഇസ്നാൻ കൈ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാകപ്പൊടി പോലെയുള്ള ഹാൻഡ് വാഷ്, മറ്റൊന്ന് ശിബർ വയറിറച്ച് ഭക്ഷണം കഴിക്കുക. ഈ 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത, നബി തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം, അതിനെ സംബന്ധിച്ച് എന്താണ് പരിശുദ്ധ ദീനിൽ അതിൻ്റെ കാഴ്ചപ്പാട്, അതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറയാണ്, അലം അന്നാ വഇൻ ഖുൽനാ അൽ-അക്ലു അല സുഫ്രതി ഔലാ ഫലസ്നാ നഖൂലു അൽ-അക്ലു അലൽ മാഇദതി മൻഹിയുൻ അൻഹു നഹിയ കറാഹത്തിൻ ഔ തഹരീം. നിലത്തിരുന്ന് നിലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കലാണ് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉയർത്തി വെച്ചുകൊണ്ട് ഡൈനിങ് ടേബിൾ പോലത്തെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ ആയ നിലക്ക് വിരോധിക്കപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ കറാഹത്ത് തഹരീമുമില്ല, കറാഹത്തുമില്ല, ഹറാമുമില്ല, കറാഹത്തുമില്ല. കാരണം ഇതിലം യസ്ബുതു ഫീഹി നഹ്യുൻ, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു നഹി, വിരോധം അതിൽ വന്നിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം പുതുക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത് വമാ യുഖാലു ഇന്നഹു ഉബ്ദിഅ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നമുക്ക് പറയാനുള്ളത് ഫലൈസ കുല്ലു മാ ഉബ്ദിഅ മൻഹിയൻ, നബി തങ്ങളുടെ കാലശേഷം പുതുക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും വിരോധിക്കപ്പെട്ടത് അല്ല. പിന്നെ ഏതാണ് നബി തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത്, വിരോധിക്കപ്പെട്ടത് ഏതാ? ബലിൽ മൻഹിയു ബിദ്അത്തുൻ തുലാദു സുന്നതൻ സാബിതതൻ വതർഖഉ അംറൻ മിന അശ്ശറഇ മഅ ബഖാഇ ഇല്ലതിഹി. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളും കുടുങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല, തങ്ങളുടെ കാലശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫ്, ആ മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു മുസ്ഹഫിൽ ഖുർആൻ ഓതിയിട്ടില്ല. ഇങ്ങനെ ഒരു മുസ്ഹഫ് 2 ചട്ടക്കുള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു മുസ്ഹഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരുമ്പോൾ അത് എഴുതി വെക്കാൻ വേണ്ടി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പോലെയുള്ള, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു പോലെയുള്ള അങ്ങനെ പല സ്വഹാബികളെ അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്തു. കല്ലിൻ്റെ കഷ്ണങ്ങളിലും അതുപോലെ തോൽ കഷ്ണങ്ങളിലും ഈത്തപ്പന മട്ടലുകളിലും
അതുപോലെ അന്ന് എഴുതി വെക്കാൻ അവർക്ക് സൗകര്യമായ സാധനം, ഇന്നത്തെ പോലത്തെ ആധുനിക സജ്ജീകരണങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാലോ. അങ്ങനെ അവിടങ്ങളിലായി പരിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി മനഃപ്പാഠമാക്കുകയും ചെയ്തു. ധാരാളം ഹാഫിളുകളായ ഖുർആൻ മനഃപ്പാഠമുള്ള സ്വഹാബികൾ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞു. തറക്തു ഫീക്കും അംറൈനി, നിങ്ങളിൽ 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ച് പോവുകയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, മറ്റൊന്ന് എൻ്റെ സുന്നത്താണ്. തീർത്തും അവരിൽ വിട്ടേച്ചു കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ആ ഖുർആനിൻ്റെ എല്ലാ ആധികാരികതയും ആ ഖുർആൻ പിൽക്കാലത്തുള്ള ഉമ്മത്തിന് സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും മഹാന്മാരായ സ്വഹാബത്തിൽ ഏൽപ്പിച്ച് അവിടെ വിട്ടേച്ചു കൊണ്ട് തന്നെയാണ്. തറക്തു ഫീക്കും, വളരെ കൃത്യമാണ്. തറക്തു ഫീക്കും, നിങ്ങളിൽ വിട്ടിരിക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് മുസൈലിമത്തുൽ കദ്ദാബുമായിട്ടുള്ള യുദ്ധമുണ്ടായി യമാമയിൽ. അങ്ങനെയുള്ള ചില യുദ്ധരംഗങ്ങളിലൊക്കെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ സ്വഹാബികൾ പലരും വഫാത്താകാൻ തുടങ്ങി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം കൊടുത്തുകൊണ്ട് നേരത്തെ കാലെ കൂട്ടി ചിന്തിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഹാബിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഖത്ല ഖദ് ഇസ്തഹറ, സ്വഹാബികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ പല സ്വഹാബികളും പല യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഷഹീദായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വഹാബികൾ വഫാത്തായി പോയാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കാനൊക്കെ അല്ലാഹു തആല തോന്നിപ്പിക്കും. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മളാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, അത് നമ്മൾ സംരക്ഷിക്കുന്ന കോല ഇത് തന്നെയാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു ഇവിടെ നടപ്പിൽ വരുത്തും. ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നിക്കുന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതും അങ്ങനെ അതിൻ്റെ തുടർന്നുള്ള എല്ലാ സംഗതികളും ഈ ഖുർആനെ നമ്മൾ ഹിഫ്ള് ചെയ്യും, സംരക്ഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്തിൽപ്പെട്ട. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഖുർആൻ അവിടെ ഇടങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സഹാബികളെല്ലാം പലരും മനഃപ്പാടാക്കിയിട്ടുണ്ട്. ആ ഖുർആൻ മുഴുവനും ഒരൊറ്റ അക്ഷരം ഒഴിഞ്ഞു പോകാതെ കൃത്യമായി ഒരു ഗ്രന്ഥത്തിൽ അത് ശേഖരിക്കണം, അത് ഗ്രന്ഥരൂപത്തിലാക്കണം എന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ മുന്നിൽ സംശയം തീർക്കുകയാണ്. എന്നല്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാട്ടിലും എന്ത് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാ വിഷയത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് മുന്നിൽ. അല്ല കൈഫ നഫ്അലു മാ ലം യഫ്അലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ലല്ലോ, നബി ചെയ്തിട്ടില്ലല്ലോ, നബി ചെയ്യാത്ത സംഗതിയല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലഖൈർ, അത് റസൂലുള്ള ചെയ്തോളണമെന്നില്ലല്ലോ, അത് ഖൈറാണ്, അത് ചെയ്യൽ നിർബന്ധമായ സംഗതിയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ചർച്ച ചെയ്തുകൊണ്ട് എന്നാ പിന്നെ ചെയ്യുക തീരുമാനിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇത് വെറുതെ ഉമർ റളിയല്ലാഹു അൻഹു വന്നിങ്ങ് പറയുമ്പോഴത്തേക്ക് അപ്പാടങ്ങ് ചെയ്തു വിട്ടതാണ്, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ളൊരു വിഷയമാണെന്നൊന്നും പിൽക്കാലത്തുള്ള ആളുകൾ വിചാരിക്കേണ്ട. സർവ്വത ചർമ്മണം നടത്തി ഈ വിഷയത്തെ സംബന്ധിച്ചൊക്കെ ആലോചിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ, അതെങ്ങനെ നമ്മൾ ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് അത് ചെയ്യൽ അനിവാര്യമായതാണെന്ന് ശരിക്കും ഉറച്ചിട്ട് ചെയ്തതാണ് എന്ന് ബോധ്യപ്പെടുത്താനാകാം ഇങ്ങനൊരു ചർച്ച നടന്നത്. അങ്ങനെ
തീരുമാനമായി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇത് ചുരുക്കി പറയാണ്, സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞ സംഭവമാണ്. ഖുർആൻ്റെ ജംഅ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള ജംഉൽ ഖുർആൻ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തെ വേറെ വിഷയമുണ്ട്. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി എഴുതിയ ആളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഖുർആൻ തത്തബ്ബഇൽ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എല്ലാം എഴുതി വെച്ചാൽ എല്ലാം നോക്കി പിടിച്ച് എല്ലാം ശേഖരിച്ച് എഴുതണം. അപ്പോൾ ഓറും ചോദിച്ച് കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു, അല്ലെ കൈഫ തഫ്അലാനി, നിങ്ങളെങ്ങനെയായി പണിയെടുക്കുക, റസൂലുള്ളാഹി ചെയ്യാത്തതല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ ചെയ്തില്ലേ എന്നത് മാത്രം നോക്കിയിട്ടല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ എന്ന് ശരിക്കും എന്ത് ചെയ്യാണ്, ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധത്തിൽ മഹാന്മാരായ സഹാബത്ത് ചർച്ച ചെയ്യാണ്. എങ്ങനെ ചെയ്യും റസൂലുള്ളാഹി ചെയ്യാത്തത്? അല്ല, അത് ഖൈറാണ്, റസൂലുള്ളാഹി ചെയ്തോളണമെന്നില്ല, ചെയ്യൽ നിർബന്ധമായ സംഗതിയാണ്, അത് ഖൈറാണ് എന്ന് പറഞ്ഞ് മഹാനവറുകളും അതിലേക്ക് മുതിർന്നു. പക്ഷെ അവിടുന്ന് പറയാണ്, ഫവല്ലാഹി ലൗ കല്ലഫൂനി നഖല ജബലിൻ മാ സഖുല അലയ്യ, ഒരു മല, ഒരു പർവ്വതം ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് എന്നോട് അവർ കീർത്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ എന്നോട് നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം പോലെ എനിക്ക് ഭാരമാകുമായിരുന്നില്ല. അതിനേക്കാളും വലിയൊരു വിഷയമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം പരിശുദ്ധ ഖുർആനല്ലേ. അങ്ങനെ കൃത്യമായി എഴുതി. ഒരായത്ത് സഹാബികൾക്കെല്ലാം മനഃപ്പാടമുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി എന്ന് തുടങ്ങിയ സൂറത്തു തൗബയിലെ ഒരു ആയത്ത് അത് എഴുതി വെച്ചതായിട്ട് എവിടെയും കാണുന്നില്ല. അതേസമയത്ത് സഹാബികൾക്കെല്ലാം മുത്തവാത്തിർ തന്നെയാണ്, എല്ലാ സഹാബികൾക്കും ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, എവിടെയുള്ള. അങ്ങനെ ഹുദൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഓർ എഴുതി വെച്ചതായിട്ട് കണ്ട്. അങ്ങനെ ഖുർആനിൽ ഒരൊറ്റ ഹർഫും നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായി എഴുതി ഇങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തോ ചെയ്തില്ലേ, ചെയ്യാത്തതൊന്നും ചെയ്യൂല എന്ന് വിചാരിച്ചാൽ ദീനാവൂല. ഇത് ഒരു വാശിക്കും വൈരാഗ്യത്തിനും പറയുന്നതല്ല. ഇത് തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവർ മാറണമെന്നുള്ള നിലക്കാൻ പറയുന്നു. വാങ്ക് വിളിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം വാങ്ക് വിളിച്ചായിട്ട് സ്വഹീഹായ ഏതെങ്കിലും ഹദീസിലുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. പോട്ടെ, ഒരു വഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ക് വിളിച്ചായിട്ട് തങ്ങൾ ചെയ്യണമല്ലോ, തങ്ങൾ ചെയ്തതായിട്ട് ഉണ്ട് എന്നുള്ള അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ക് വിളിച്ചത് ഉണ്ടാവില്ല. അതേസമയത്ത് വാങ്ക് വേണ്ടേ? റസൂലുള്ളാഹി ചെയ്യണമെന്നുണ്ടോ? ചെയ്യണമെന്നില്ല. റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, അവർ വേണ്ടതൊക്കെ ചെയ്യും. എൻ്റെ എല്ലാ പ്ലാനും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് റൂം കൂട്ടിയെടുക്കേണ്ടത് അവർ റൂമിൽ കൂട്ടിയെടുക്കും. അതിനൊക്കെ ഇവിടെ പ്ലാനുണ്ട്. ആ പ്ലാനൊക്കെ കൊടുത്തിട്ട് അതിനെ പറ്റിയ ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പോയത്. അതുകൊണ്ട് ഒരു കൂട്ടിച്ചേർക്കലും ഒരു വെട്ടിച്ചുരുക്കലും പരിശുദ്ധ ദീനിൽ ഉണ്ടായിട്ടില്ല, അതുണ്ടാവുകയില്ല. അതില്ലാത്ത വിധത്തിൽ പരിശുദ്ധ ദീൻ സംരക്ഷിക്കുമെന്ന് നിബിതങ്ങൾക്ക് ഉത്തമ ബോധമുള്ള വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്, അതിരുവരമ്പുകൾ അത് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ച മഹാന്മാരായ സഹാബത്താണ് ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചില തെറ്റിദ്ധാരണകൾ കുടുങ്ങിയിട്ട് പല ആളുകളും പല വിഷയത്തിലും പെടുന്നുണ്ട്. ഇപ്പോൾ മക്കയിൽ ഹജ്ജിൻ്റെ മുമ്പ് കുറേ ദിവസങ്ങൾ 10-20 ദിവസങ്ങളൊക്കെ നിന്ന ചില ആൾ ഒറ്റ ഉംറ മാത്രം ചെയ്തു. അതെന്തേ അങ്ങനെ ഒരു ഉംറ മാത്രം ചെയ്ത്? അത് നബി ഒരു ഉംറയെ ചെയ്തിട്ടുള്ളൂ എന്നാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഒറ്റ ഉംറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന ഇലാഹിൽ യുസ്തഹബ്ബുൽ ഇസ്തിക്സാറു മിൻഹ, ഉംറ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈന, രണ്ടെങ്കിലും തൽമണ്ടേ. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമ, ഒരു ഉംറ മറ്റൊരു ഉംറയുടെ ഇടയിലെ എല്ലാ തെറ്റുകളും പൊറുപ്പിക്കും. അങ്ങനെയൊക്കെ ഉംറക്ക് ധാരാളം പ്രേരണ നൽകുന്ന ഹദീസുകളും ഇമാമുകളുടെ ഉദ്ധരണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞു ഞങ്ങൾ ഉംറ ചെയ്യേണ്ട ഇല്ല, റസൂൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹജ്ജ് നിർബന്ധമാകുന്നത് ഹിജറ 6-ാം വർഷത്തിലാണ്. ആ വർഷത്തിലോ 7-ാം വർഷത്തിലോ 8-ാം വർഷത്തിലാണ് മക്കം ഫത്തഹ. അപ്പോൾ മക്കം ഫത്തഹ അതുകൊണ്ടാന്ന് വിചാരിക്കാം. 8-ാം വർഷത്തിൽ മക്കം ഫത്തഹ ആയി. ആ വർഷത്തിലും ഹജ്ജ് ചെയ്തിട്ടില്ല, 9-ാം വർഷത്തിലും ഹജ്ജ് ചെയ്തില്ല. 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റൊരു ഹജ്ജാണ് ഹിജറിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഇപ്പോഴത്തെ ഈ ശറഇൽ ഉള്ള ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജ് നിർബന്ധമായതിന് ശേഷം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് മാത്രമേ ചെയ്തുവെങ്കിൽ എങ്ങനെയാണ് എല്ലാ വർഷവും ഇങ്ങനെ ആളുകളെയും കൂട്ടിയിട്ട് ഹംലയാക്കിയിട്ട് പോകുന്നത്? ചില ആളുകൾ എന്തടിസ്ഥാനത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹജ്ജല്ലേ ചെയ്തിട്ടുള്ളൂ. ഹജ്ജ് നിർബന്ധമാണ്. അതിന് മുമ്പ് ഹിജറിൻ്റെ മുമ്പ് ഹിജജൻ, അതിനെ സംബന്ധിച്ച് പറയുന്നത് കുറേ ഹജ്ജ് റസൂൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ നിലക്കുള്ള ഹജ്ജല്ല. ആ ഹജ്ജിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറ്റാണ്. 6-ാം വർഷത്തിൽ ഹജ്ജ് ഈ ഉമ്മത്തിന് നിർബന്ധമായതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജേ നിർവഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒറ്റ ഹജ്ജല്ല നിർവഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ വേണ്ടതുപോലെ ചിന്തിക്കാതെ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പലരും പെട്ടുപോകുന്നത്. അതുകൊണ്ട് അത് എന്നെ പെട്ടുപോയതാണെങ്കിൽ എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ല വാശിയും വൈരാഗ്യവും ഞാൻ പഠിച്ച് തന്നെയാണ് റെഡി, അത് തന്നെയാണ് ശരി എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും എന്തെങ്കിലും ഒരു വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. ഉള്ള വിഷയം വസ്തുത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമേ ചെയ്യൂ, അങ്ങനെയല്ല ദീൻ. നബി തങ്ങൾ ചെയ്തതെല്ലാം ചെയ്യൂ, അങ്ങനെയുമല്ല ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖുസൂസിയാത്തുകൾ, തങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് 4-ലധികം വിവാഹം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളൊക്കെ എല്ലാം നിയോഗമാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഓർഡറാണ്. അതിൻ്റെ പിന്നിലെല്ലാം ഒരുപാട് രഹസ്യങ്ങളാണ്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നബി തങ്ങൾ ചെയ്തത് എല്ലാം ചെയ്യുക അതും പറ്റില്ല. നബി തങ്ങൾ ചെയ്തില്ല എന്ന നിലക്ക് ഞാൻ ചെയ്യൂല എന്ന് പറയുന്നതും യഥാർത്ഥ ദീൻ അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഏതാണ് റസൂലുള്ളാഹിന്റെ കാലശേഷം ഉണ്ടാക്കപ്പെട്ട ബിദ്അത്ത്, പറ്റാത്ത ബിദ്അത്ത്, വിരോധിക്കപ്പെട്ട ബിദ്അത്ത് ഏതാണ്? ബലിൽ മൻഹിയു ബിദ്അത്തുൻ തുലാദു സുന്നത്തൻ സാബിതത്തൻ, സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിന് വിഘാതമാകുന്ന, ആ സുന്നത്തിന് എതിരാകുന്ന ബിദ്അത്ത്, അത് പാടില്ല. അതുപോലെ ശറഇൽ സ്ഥിരപ്പെട്ട ഒരു വിഷയം, അതിൻ്റേതായ ഏതൊരു വിഷയത്തിന്, ഏതൊരു ഇല്ലത്ത്, ഏതൊരു കാരണത്തിനാണോ ആ വിഷയം സ്ഥിരപ്പെട്ടത്, ആ ഇല്ലത്തും കാരണവും അവിടെ അവശേഷിക്കെ ആ കാര്യം തീരെ അങ്ങ് എടുത്തു മാറ്റപ്പെടുന്ന വിധത്തിലുള്ള ഒരു ബിദ്അത്താണ് പാടില്ലാത്തത്. അത് പാടില്ല. അങ്ങനത്തെ പല ബിദ്അത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഈ കാലം വരെ നടന്നു വരുന്ന വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഖത്തീബ് മെമ്പറിൽ പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ നടക്കുക, അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നു, മറ്റു സൂറത്ത് ഓതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ അവിടെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ഒരു പ്രസംഗം അവിടെ നടത്തുക, അത് ശരിയല്ല. അത് സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനെ നിർമാർജനം ചെയ്ത് അടുത്ത് മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയതാണ്. അത് ചെയ്യാൻ പാടില്ല. അത് ഇക്കാലത്ത് അല്ല, കുറച്ച് മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ മഹാന്മാരായ പല ഉലമാവും അത് ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു സുന്നത്ത്, സ്ഥിരപ്പെട്ട സുന്നത്ത് ഇല്ലാതായി പോവുക, സിറയിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയം അതിൻ്റേതായ ഇല്ലത്തും കാരണവും എന്താണോ അത് അവശേഷിച്ചിരിക്കെ അത് എടുത്തു മാറ്റപ്പെടുന്ന വിധത്തിലുള്ള വിദ്യത്ത്, അതാണ്
മൻഹിയായ വിരോധിക്കപ്പെട്ട ബിദ്അത്ത് എന്ന് ഇമാം ഗസാലി അള്ളാഹു പറയാണ്. എന്നിട്ട് പറയുന്നു വലിൽ ഇബ്ദാഉ ഖദ് യജിബു ഫി ബഅലിൽ അഹ്വാലി ഇദാ തഗയ്യറത്തിൽ അസ്ബാബ്. ബിദ്അത്ത് ചിലപ്പോൾ നിർബന്ധമാവുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ ബോർഡും അതിൻ്റെ കീഴിലും ഇങ്ങനെ ദീനിയാത്തും അവലാക്കും അവരുടെ പുസ്തകങ്ങൾ അടുപ്പിക്കലും അങ്ങനെ പ്രത്യേകമായ വ്യവസ്ഥയും അങ്ങനെ കാര്യമുണ്ട്. ഒരു പട്ടിക കൊണ്ടിരുന്നു, ഒരു ഹാജർ വിളിക്കും, അങ്ങനെയൊക്കെ മുമ്പ് ഉണ്ടായിരുന്നോ? അന്നുണ്ടായിരുന്നോ? ഇല്ല. അതേ സമയത്ത് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. അതില്ലെങ്കിൽ ഹയാത്ത് ഇസ്ലാമിന് ഹയാത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ചില പുതിയ രീതികളും സംവിധാനങ്ങളുമാണ്. അതെല്ലാം ഹദീസിൽ സ്ഥിരപ്പെടണം. അതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ദീന് നടത്താൻ ഉണ്ടാവില്ല, കഴിയില്ല. അതാണ് ചില വിഷയങ്ങൾ നിർബന്ധമായി തന്നെ വരും എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. വലൈസ ഫിൽ മാഇദതി ഇല്ലാ റഫ്ഉ തആമി അലൽ അർളി ലിതൈസീരിൽ അക്ലി. തിന്നൽ എളുപ്പമാകാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് മേലോട്ട് ഉയർത്തുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ഡൈനിങ് ടേബിളിൽ. അതുകൊണ്ട് അതെന്തല്ല, വിരോധിക്കപ്പെട്ടതല്ല എന്ന് ഗസാലി ഇമാം പറയാണ്. വഅംസാലു ദാലിക മിമ്മാ ലാ കറാഹത ഫീഹി. അതൊന്നും കറാഹത്തായ വിഷയമല്ല. വൽ അർബഉ ലത്തി ജുമിഅത് ഫീ അന്നഹാ മുബദഅത്തുൻ ലൈസത്ത് മുതസാവിയ. അതുപോലെ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങളും എല്ലാം ഒരുപോലെ അല്ല. വലിൽ അസ്നാനു അല്ലെങ്കിൽ ഇസ്നാനു ഹസനുൻ. ഈ കൈ കഴുകുന്ന സാധനം ഉപയോഗിക്കുക. അന്ന് തന്നെ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലൊക്കെ കൈ കഴുകാൻ വേണ്ടി മണ്ണ് ഉപയോഗിക്കലുണ്ട്. ഈ മണ്ണ് എന്ന് പറയുന്നത് വിഷം വരെ പോകാൻ ഉപതകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് മണ്ണ് ഉപയോഗിച്ചിട്ട് കഴുകാറുണ്ട്. ഇപ്പോൾ പുതിയ ചില സാധനങ്ങൾ, സോപ്പും അതുപോലെ മറ്റ് ഹാൻഡ് വാഷ്, അതുപോലെ ചില പൊടികൾ, പൗഡറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. വലിൽ അസ്നാനു ഹസനുൻ ലിമാ ഫീഹി മിനൻ നളാഫത്തി. അതിൽ വൃത്തിയാകലുണ്ട്. അത് മാത്രമല്ല രോഗാണുക്കളിൽ നിന്ന്, ബാക്ടീരിയയിൽ നിന്നൊക്കെ രക്ഷ തേടാനും അതുകൊണ്ട് സാധിക്കും. ഫഇന്നൽ ഗസ്ല മുസ്തഹബ്ബുൻ ലിന്നളാഫത്തി വൽ അസ്നാനു അതമ്മു ബിത്തൻദീഫ്. വൃത്തിയാക്കണമെന്ന് കൽപ്പന ഉണ്ട്. വൃത്തിയാക്കുന്നതിൽ കൂടുതൽ പൂർണ്ണത കിട്ടുന്ന സംഗതിയാണ് ഈ അശനാന് വാഗപ്പൊടി പോലത്തെ സാധനം. വകാനു ലാ യസ്തഅമിലൂനഹു ലിഅന്നഹു റുബ്ബമാ കാന ലാ യഅ്താദു ഇൻദഹും ഔ ലാ യതയസ്സർ. അതിന് അക്കാലത്ത് ഉപയോഗിക്കാതിരുന്നത് ഒരു പക്ഷേ അവർക്ക് പതിവില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഉടുമ്പിൻ്റെ ഇറച്ചി തിന്നാം. അത് പറ്റുന്ന വിധത്തിൽ കിട്ടിയാൽ അനധികൃതമായിട്ട് ഉടുമ്പിൻ്റെ ഇതാക്കാനും പാടില്ല. അതേസമയത്ത് ഉടുമ്പിൻ്റെ ഇറച്ചി കഴിക്കുന്നതിന് വിരോധമില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദ്യയിൽ, തങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഉക്കിലത്ത് മാഇദത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ വലം യകുൽ, അള്ളാഹിൻ്റെ റസൂൽ തിന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുമ്പ് തിന്നിട്ടില്ല. എനിക്ക് അതത്ര ജനിപ്പില്ല, അങ്ങനെ പറയല്ല പഴയ ഭാഷയിൽ ജനിപ്പില്ല. ഞങ്ങളെ നാട്ടിലൊന്നും ആ ഭാഗത്തൊന്നും അതില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അള്ളാഹിൻ്റെ റസൂൽ അത് വിരോധിച്ചിട്ടുമില്ല. തങ്ങളെ മായിതിട്ട് തന്നെ തങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഇനി ഒരുത്തൻ അങ്ങനെ വിചാരിച്ചു ഞങ്ങൾ കഴിച്ചിട്ടില്ല, അല്ല കുഴപ്പമൊന്നുമില്ല. ഇത് ഉടുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ തക്കവരുന്ന ആദ്യം കുടുംബം തിന്നിയാണെന്ന് ചോദിക്കൂലല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പറ്റുന്നത് തന്നെ ജായിദായ ചില സംഗതികൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, തങ്ങൾ ചെയ്യൂല. അത് മാത്രമല്ല വേറെയും ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് തങ്ങളെ ഏകദേശം അഹ്വാലുകളിലും 3 തവണ ആണ് ഈ മുഖം കഴുകലും കൈ കഴുകലും എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ തവല്ല അസ്നൈനി നൈൻ, നബി തങ്ങൾ ഈ 2 പ്രാവശ്യം കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വുളൂ എടുത്തിട്ടുണ്ട്. നബി തങ്ങൾ മറ 1 തവണ മാത്രം ആയിട്ടും ചെയ്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം ബയാനുൽ ജവാസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ വിഷയം ജായിസാണെന്ന് വിവരിക്കുക, അത് പ്രവൃത്തിപദത്തിൽ പ്രാക്ടിക്കലായി വിവരിച്ചു കൊടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ട്. അത് നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ തികയുമെങ്കിൽ 3 തവണ ഉപയോഗിച്ചുകൊണ്ട് തസ്ലീസ് തന്നെയാണ് എല്ലാത്തിലും, തല അടക്കം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് വരുത്തി അവിടുന്ന് 3 പ്രാവശ്യം ഈ പറഞ്ഞ വുളൂവിൻ്റെ അവയവങ്ങളെല്ലാം കഴുകിയിട്ടും തടയിയിട്ടും എന്തായിട്ടുണ്ട്, വുളൂ എടുത്ത് കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹിൻ്റെ വുളൂ ഹാക്കദാ കാന വുളൂ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റത്തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. ഒരു തവണ മാത്രം കഴുകുകയും അത് ഫർളായ ഭാഗങ്ങളെല്ലാം തികയുകയും ചെയ്താൽ ആ മനുഷ്യൻ്റെ വുദൂവിന് തകരാറില്ല, ആ വുദൂ എടുത്ത് നിസ്കാരം നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബയാനുൽ ജവാസ് എന്ന് പറഞ്ഞ സംഗതിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ല ഈ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്. ഔ കാനൂ മശ്ഗൂലീന ബി ഉമൂരിൻ അഹമ്മ മിനൽ മുബാലഗതി ഫിൻ നളാഫ, എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം അവർ ഉപയോഗിക്കാതിരുന്നതിന്. പിന്നെ വഅമ്മൽ മുൻഖുലു ഫൽ മഖ്സൂദു മിൻഹു തതീബു ത്വആം, പിന്നെ അരിപ്പപാത്രം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുക എന്നുള്ളതാണ്. അത് മുബാഹായ സംഗതിയാണ്. നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഹറാമൊന്നുമല്ല, അത് മുബാഹായ അനുവദനീയമായ സംഗതിയാണ്. വദാലിക മുബാഹുൻ മാലം യന്തഹി തനഉമിൽ മുഫ്ലിത്തി, അതിര് കവിഞ്ഞ സുഖത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുന്ന കാലത്തോളം അത് അനുവദനീയമായ സംഗതിയാണ്. പിന്നെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. ആ 4 കാര്യങ്ങളിൽ ഒന്ന്. ഫഹുവ അസദ്ദു ഹാദിഹിൽ അർബഅ, അത് ഈ 4 കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും കടുപ്പുള്ളതാണ്. ഫഇന്നഹു യദ്ഉ ഇലാ തഹീജിസ് സഹവാതി വതഹരീകിൽ അദ്വാഇ ഫിൽ ബദൻ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നത് ഷഹവാത്തുകളെ ഇളക്കിവിടുന്ന സംഗതിയാണ്, മനുഷ്യൻ്റെ വികാരങ്ങൾ കൂടുതൽ ഇളക്കിവിടുന്ന സംഗതിയാണ്. അതുപോലെ ശരീരത്തിൽ പല രോഗങ്ങളും ഉണ്ടാക്കാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഫൽ തുദ്റകി തഫ്രിഖതു ബൈന ഹാദിഹിൽ മുബദഅത്ത്, ഈ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ഉണ്ടാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ എല്ലാം ഒരു കെട്ടിന് കെട്ടാൻ പാടില്ല. എല്ലാം തമ്മിൽ അതിൻ്റെ ഡിഫറൻസുകൾ, വ്യത്യസ്ത അവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ആഫാത്തു ശിബിൻ സിഖലു ജിസ്മിൻ ഖസ്വത്തുൽ ഖൽബിൽ ഇസാലതു ഫിത്നതൻ മുതമൽമിലാ. അത് കീഴിൽ പറഞ്ഞ് ഷിബിൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അപകടങ്ങൾ. സിഖലു ജിസ്മിൻ, എണീറ്റ് നടക്കാനാവില്ല, തീരെ ഒന്നിനും കയ്യല, സിഖലു ജിസ്മിൻ, ശരീരം തടിച്ചു കൊഴുത്ത്, അത് ആരോഗ്യമുള്ള തടിയല്ല, പിന്നെ ആകെ വയറൊക്കെ വീർത്ത് എന്തായി വല്ലാത്ത പൊണ്ണത്തടിയായി ഒന്നിനും കഴിയുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ വരും. ഖസ്വത്തുൽ ഖൽബി, അതുപോലെ കൽബിന് കട്ടി കൂടും കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ. അതുപോലെ അൽ ഇസാലത്തു ഫിത്നതൻ, ബുദ്ധി കൂർമ്മതയെ അത് കേടായി പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത അലസത ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ശിബ്റ് പാടില്ല. അർറാബിഉ അൻ യുഹ്സിനൽ ജിൽസത അല സുബ്രതി ഫി അവ്വലി ജുലൂസിഹി. 4ാമത്തെ മര്യാദ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഇരുത്തം, അതായത് സുബ്രത്ത്, തറയിലിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഇരുത്തത്തെ അത് നന്നാക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം മുഴുവനും അതേ രീതിയിൽ തന്നെ ഇരിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുബ്ബമാ ജസാരിൽ അക്ലി അലാ റുക്ബതൈഹി വജലസ അലാ ലഹരി ഖദമൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? മുട്ടിന്മേൽ കുത്തിയിരിക്കും. 2 കാൽപാദത്തിൻ്റെ ലഹർ, അതിൻ്റെ പുറത്തിൻ്റെ മേൽ പുറം വിരിച്ചു കൊണ്ടിരുന്ന് മുട്ട് കുത്തിയിട്ട് ചിലപ്പോൾ ഇരിക്കാറുണ്ട്. വറുബ്ബമാ നസബ റിജ്ലഹുൽ യുംന വജലസ അലൽ യുസ്റ. ചിലപ്പോൾ അതാണ് കിതാബുകളിലൊക്കെ പറയണത്, ഇടത്തെ കാലിൻ്റെ മേൽ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ കുത്തനെ വെക്കുക. അത് വളരെ ആശ്വാസകരമായ ഒരിരുത്തമാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും
എല്ലാം ആ ഇരുത്തം എന്താണ് പ്രയോജനപ്പെടും. വകാന യഖൂലു ലാ ആകുലു മുത്തഖിഅൻ, ചാരി ഇരുന്നു കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, തിന്നൂല എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. ഇന്നമാ അന അബ്ദുൻ ആകുലു കമാ യഅകുലുൽ അബ്ദു, ഞാനൊരു വിനയാന്വിതനായ അടിമയാണ്, അടിമ കഴിക്കുന്നത് പോലെ ഞാൻ ഭക്ഷണം കഴിക്കും. വാജിലിസു കമാ യജിസുൽ അബ്ദ്, ഒരടിമ ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കും. ഒരു വണ്ണത്തരം, ഒരു വലുമത്തരം, ഒരു അഹങ്കാരം തോന്നുന്ന വിധത്തിൽ ഞാൻ ഒരിക്കലും ഇരിക്കൂല. വസ്സുറുബു മുത്തഖിഅൻ മക്റൂഹുൻ, ചാരി ഇരുന്നു കൊണ്ട് കുടിക്കൽ കറാഹത്താണ്. ലിൽ മഇദത്തി അയ്ളൻ, അത് ആമാശയത്തിനും ആരോഗ്യപരമായി ചില തകരാറുകളും അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. വയുക്റഹുൽ അക്ലു നായിമ, കടന്നിട്ട് തിന്നൽ കറാഹത്താണ്. അതുപോലെ ചാരി ഇരുന്ന് തിന്നലും കറാഹത്താണ്. ഇല്ലാമാ യുതനഖലു ബിഹി മിനൽ ഹുബൂബ്, ഏതെങ്കിലും ഒരു രണ്ട് ബദാം പരിപ്പോ അല്ല അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ചാരി ഇരുന്നിരുന്നതല്ല, അല്ല കിടന്നിരുന്ന ഒന്നോ രണ്ടോ എണ്ണോ എടുത്ത് വായിട്ട് കുറിക്കുന്നതല്ല. അല്ലാത്ത ഭക്ഷണം കിടന്നിട്ടോ ചാരി ഇരുന്നിട്ടോ കഴിക്കുന്നത് നല്ലതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ മര്യാദ, അൻ യൻവിയ ബി അക്ലിഹി അൻ യതഖവ്വാ ബിഹി അലാ ത്വാഅത്തില്ലാഹി തആല ലിയകൂന മുതീഅൻ ബിൽ അക്ലി. എന്താണ് അവൻ്റെ ഈ തീറ്റ കൊണ്ട്, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാനുള്ള എനർജിയും ഖുവ്വത്തും നേടിയെടുക്കൽ കരുതണം. അല്ലെങ്കിൽ പിന്നെ അൻആമ് തിന്നത് പോലെ, അന്നാമത് തിന്നതിന് ആണുമാടോട്ടങ്ങൾ തിന്നതിന് അതിൻ്റെ പണി എടുക്കുന്നുണ്ട്. അതിനെ പണ്ടേ നിൽക്കരിക്കാൻ അതിൻ്റെ കൽപ്പനയില്ല, അതിന് സുന്നത്തക്കാരല്ല, വിരുദ്ധമൊന്നുമില്ല. അതിൻ്റെ പണി തന്നെ എന്താണ്? ഒട്ടകം അതിൻ്റെ പണി എടുക്കുന്നുണ്ട്, പാസഞ്ചറെ കൊണ്ടുപോകുന്നുണ്ട്, സാധനങ്ങളെ കയറ്റിയിട്ട് കാരിയറായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ആടും മറ്റും ഇതൊക്കെ എന്താണ് പെറുന്നുണ്ട്, അതിൻ്റെ വംശം നിലനിൽക്കുന്നുണ്ട്, പാല് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, ആ കാര്യം നിർവഹിക്കുന്നുണ്ട്. അതേ സമയത്ത് മനുഷ്യനെന്തിനാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇബാദത്ത് ചെയ്യാനായിരിക്കണം, അതിൻ്റെ ഖുവ്വത്തിന് വേണ്ടിയായിരിക്കണം ഈ തിന്നുന്നത്. ലിയകൂന മുതീഅൻ ബിൽ അക്ൽ, ആ അക്ൽ കൊണ്ടും അവൻ അല്ലാഹുവിനെ തആത്ത് ചെയ്യുന്നവനാകാൻ വേണ്ടി. വലാ യഖ്സിദ തലദ്ദുദ വത്തനഉമ ബിൽ അക്ലി, തിന്നൽ കൊണ്ട് രസമെടുക്കാനും അതേ ആസ്വദിക്കുക എന്നത് ഉദ്ദേശിക്കരുത്. ഖാല ഇബ്രാഹിം ഇബ്നു ശൈബാൻ, ഇബ്രാഹിം ഇബ്നു ശൈബാൻ എന്ന് പറയുന്ന മഹാൻ പറയുന്നു, മുൻദു 80 സന മാ അകൽതു ശൈഅൻ ലിശഹവതി, 80 വർഷത്തോളമായി ഞാൻ ഒരു ഭക്ഷണം പോലും എൻ്റെ ഒരു ശഹവത്തിന് വേണ്ടി അതൊന്ന് കഴിക്കണം, അതൊന്ന് രുചി നോക്കണം എന്ന നിലക്ക് എൻ്റെ ശഹവത്തും എൻ്റെ വികാരവും അതിനെ പരിഗണിച്ചുകൊണ്ട് ഞാനൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. പിന്നെ ഇബാദത്ത് എടുക്കണമെങ്കിൽ എനർജി വേണ്ടേ, ഖുവ്വത്ത് വേണ്ടേ, അതിനു വേണ്ടി അല്പം ഭക്ഷണം കഴിക്കണ്ടേ എന്ന നിലക്കല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല. വയഅസിമു മഅ ദാലിക അലാ തഖ്ലീലിൽ അക്ലി, അതോടൊപ്പം അവൻ തീറ്റ കുറക്കാൻ വേണ്ടി കരുതണം. ഫഇന്നഹു ഇദാ അകല ലിഅജ്ലി ഖുവ്വത്തിൽ ഇബാദത്തി ലം തസ്ദുഖ് നിയ്യതുഹു ഇല്ലാ ബിഅക്ലി മാ ദൂന ശിബി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് തിന്നുന്നത് എന്ന് വരികയാണെങ്കിൽ അങ്ങനെ നിയ്യത്ത് അവനിക്കുണ്ടെങ്കിൽ അത് തീറ്റ കുറച്ചേ നടക്കുകയുള്ളൂ. ഫഇന്ന ശിബഅ യംനഉ മിനൽ ഇബാദ വലാ യഖവി അലൈഹാ, കാരണം വയറ് നിറച്ച് വല്ലാതെ തിമർത്ത് തിന്നാൽ അത് ഇബാദത്തിന് കേടായി ബാധിക്കും, ഇബാദത്തിന് തടസ്സമാകും, ഇബാദത്ത് എടുക്കാൻ ഖുവ്വത്തുണ്ടാവില്ല. ഫമിൻ ദറൂറത്തി ഹാദിഹി നിയ്യത്തി കസ്റു ശഹവതി വഇസാറുൽ ഖനാഅത്തി അലൽ ഇത്തിസാൽ, ധാരാളം ഭക്ഷണങ്ങൾ ഉള്ളതോടുകൂടെ തന്നെ ആവശ്യത്തിന് മാത്രം അനിവാര്യതുമായത് മാത്രം കഴിച്ചിട്ട് നിർത്തുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എന്ത് ചെയ്യാൻ കുറേശ്ശെ എന്ത് ചെയ്യുക, സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ കുറച്ച് കൊണ്ടിരുത്തേ വയ്യുള്ളൂ. ഒരു സദ്യയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഇനം മാംസങ്ങളും, കരജീവികളുടെ ഒരു വലിയ ഘോഷയാത്ര, അതിന് പിന്നെ കടൽ ജീവികളുടെ ഒരു വലിയ നിര, അങ്ങനെ മാംസവും എല്ലാ ഇനം മാംസങ്ങളും അതുപോലെ മത്സ്യങ്ങളും പരസ്പരം വൈരുദ്ധ്യമായ പല ഭക്ഷണങ്ങളും കൊണ്ടുവന്ന് വെച്ച് എല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന നിലക്ക്
എല്ലാം തട്ടിക്കഴിച്ച് പിന്നെ സുബ്ഹാനല്ലാഹ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഷുഗർ 300, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ പാഞ്ഞ് കരിക്ക്, അങ്ങനെ ഓരോന്നോരോന്നും അറ്റാക്കിൻ്റെ അടുത്തെത്തുന്ന്, ബ്ലോക്ക് വേറെ, സ്ട്രോക്ക്, ഇങ്ങനെ പലതും. ഭക്ഷണ രീതിയിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങളും ക്രമക്കേടുകളും രോഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു എന്നതിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് നമ്മുടേതാണ് വയറ്, എൻ്റേതാണ് ശരീരം എന്ന ബോധം നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വേണം. വേറൊരാൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചു കൊടുക്കുക, ചിലപ്പോൾ ഒന്ന് ഇരുന്നിട്ട് സന്തോഷിപ്പിച്ച് ചെയ്യേണ്ടി വരും. അതേസമയത്ത് സമയം ആയതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കുക, വേറൊരാൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണം വളരെ കുറക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മലഅ ആദമിയ്യുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടും കേട്ടിട്ടുള്ള ഹദീസാണ്. ഒരു മനുഷ്യനും അവൻ്റെ വയറിനെ പോലെ മോശമായ പാത്രം നിറച്ചിട്ടില്ല. ഹസ്ബബ്നി ആദമ ലുഖൈമാതുൻ യുഖിബ്ന സുൽബഹു. സ്വഹീഹായ ഹദീസാണ്. ഒരു മനുഷ്യന് അവൻ്റെ എനർജി നിലനിർത്താൻ ആവശ്യമായ അല്പം ഭക്ഷണമേ ആവശ്യമുള്ളൂ. ഫഇല്ലം യഫ്അൽ ഫസുലുതു തആം വസുലുതുൻ ശറാബ് വസുലുതുൻ ലിന്നഫസ്. ഇനി അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി മെനു കൂട്ടുകയാണ്, അളവ് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു നീറ്റ് കിടക്കാൻ ആരോഗ്യം നിലനിൽക്കുന്ന നിലക്ക് മാത്രം കഴിക്കുക, അതിങ്ങാവുമല്ല. കുറച്ചും കൂടി ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് 1/3, പാനീയം വെള്ളത്തിന് 1/3 അവിടെ എന്ത് ചെയ്യണം, വയറിൻ്റെ 1/3 ഫ്രീ ആയിട്ട് യഥേഷ്ടം നല്ല ബ്രീത്, നല്ല ശ്വാസം, ഒരു തടസ്സമില്ലാതെ അനായാസേന ശ്വാസം കഴിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മെനു. ഇത്രയും കൃത്യമായ ഒരു ഫുഡിൻ്റെ, ഒരു ഭക്ഷണത്തിൻ്റെ മെനു ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. വമിൻ ദറൂറത്തി ഹാദിഹി നിയ്യ അല്ലാ യമുദ്ദൽ യദ ഇല ത്വആമി ഇല്ലാ വഹുവ ജാഇഉൻ. അതെ, അത് മറ്റൊരു കാര്യമാണ്. ഈ നിയ്യത്താണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരോഗ്യം ഉണ്ടാകണം, എനർജി ഉണ്ടാകണം എന്നുള്ളതാണെങ്കിൽ ഒരു കാര്യം ആദ്യം ആലോചിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള അദബപ്പെട്ടതാണ് ഭക്ഷണത്തിലേക്ക് ആവശ്യമുണ്ടാവുകയും വിശക്കുകയും ചെയ്യുക എന്നത്. വിശക്കുന്നേ ഇല്ല, ഭക്ഷണത്തിലേക്ക് ഒരാവശ്യമില്ല, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആർക്കോ വേണ്ടി വീണ്ടും കയറ്റുക, അത് പറ്റില്ല. അല്ലാ യമുദ്ദൽ യദ ഇല ത്വആമി ഇല്ലാ വഹുവ ജാഇഉൻ. വിശക്കുന്നവനായിട്ടല്ലാതെ അവൻ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടാൻ പാടില്ല. ഫയകൂനുൽ ജൂഉ അഹദ മാ ലാ ബുദ്ദ മിൻ തഖ്ദീമിഹി അലൽ അഖ്ലി. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട അദബുകളും മര്യാദകളും അതിൽപ്പെട്ട ഒന്നാണ് ആദ്യം എന്ത് ചെയ്യണം, വിശക്കണം. വിശപ്പിനല്ലേ ഭക്ഷണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. സുമ്മ യംബഗി അൻ യർഫഅൽ യദ ഖബ്ല അശ്ബി. നന്നായിട്ട് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കുറച്ചും കൂടി ഇനിയും കഴിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുമ്പോൾ അതെ വയറ് നിറയുന്നതിൻ്റെ മുമ്പ് മെല്ലെ അങ്ങോട്ട് ഒഴിഞ്ഞു കളയാം. വമൻ ഫഅല ദാലിക ഇസ്തഗ്നാ അനി ത്വബീബ്. ഈ ഒരു മെനു ഒരാൾ ശരിക്കും കൃത്യമായി പാലിച്ചാൽ ഇസ്തഗ്നാ അനി ത്വബീബ്, അവന് ഡോക്ടറെ ആവശ്യമില്ല, അവൻ ക്ലിനിക്കിലേക്ക് പോകേണ്ടതില്ല. ഈ ഒരു ക്രമം തെറ്റുകയും അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഒന്നും ആലോചിക്കാതെ താൽക്കാലികമായി അല്പം വായക്ക് രുചിയുള്ളതെല്ലാം അടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ധാരാളം ക്ലിനിക്കുകൾ ഇപ്പോൾ തുറന്നുകൊണ്ടേയിരിക്കുന്നത്. എത്ര തുറന്നിട്ട് മതിയാകുന്നില്ല. അതുകൊണ്ട് ആ കാര്യം ഇമാം ഗസാലി പ്രത്യേകം പറയാണ്. എന്താണ് പറഞ്ഞത്? വിശക്കുമ്പോൾ കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് വേണം? വിശക്കണം. എന്നിട്ട് ഭക്ഷണത്തിന് നല്ല താല്പര്യമുണ്ട്, കുറച്ചും കൂടി കഴിച്ചാലോ എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക? ഒഴിവായി കളയുക. ഇതൊരാൾ പാലിച്ചാൽ ഇസ്തഗ്നാനി ത്വബീ, സംശയില്ല, ഡോക്ടറൊന്നും എനിക്ക് വേണ്ടയില്ല, ഒരു വൈദ്യരും വേണ്ടയില്ല. ഇത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇൻഷാ അല്ലാഹ് 6ാമത്തെ അദബ് നമുക്ക് നാളെ പറയാം. സമയം കുറേ ആയില്ലേ, 7:02, അതും കൂടി പറയാം അല്ലേ.
അസ്സാദിസു അൻ യർളാ ബിൽ മൗജൂദി മിനൽ റിസ്ഖി വൽ ഹാദിരി മിനത് ത്വആമി വലാ യജ്തഹിദ ഫി തനഖുമി വ തലബി സിയാദ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടവും സഹാബത്തിൻ്റെ കാലഘട്ടവും മുൻഗാമികളുടെ കാലഘട്ടമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർത്തിരിക്കണം. ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് വേണം. കൂടുതൽ ആർഭാടങ്ങളും മുന്തിയതും അത് തന്നെ കിട്ടണമെന്നുള്ള ഒരു ചിന്തയുണ്ടാകരുത്. അതുപോലെ ചിലപ്പോഴൊക്കെ ഉതുമില്ലാതെ കറിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, നമുക്ക് 10 രൂപ മറ്റൊക്കെ തിന്നാൻ കഴിയണം. 2-3 ഐറ്റംസ് കറികൾ. ചിലപ്പോൾ അത് നാട്ടിൻ്റെ നടപ്പനുസരിച്ച് കൊണ്ട് പുതിയാപ്പിളയോ അതുപോലെ തന്നെ ഒരു സൽക്കാരത്തിന് അതും എങ്ങനെങ്കിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ പോലെ എല്ലാം എന്ത് ചെയ്യുക, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ആദ്യം എല്ലാം കുറച്ച് കൊണ്ടുവന്നാൽ ഇപ്പം ആടെയെല്ലാം അങ്ങനെയേ ഉള്ളൂ. ഇപ്പം അങ്ങനെയേ ഉള്ളൂ. വിഷയം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, അത് വേണോലോ ഇത് വേണോലോ, അതില്ലാതെ ജയം പറയാണ്. അവിടെയെല്ലാം അങ്ങനെ ഉണ്ട്. ഇതാണിപ്പോൾ നമ്മളതിൽ എന്തെല്ലാം ആദത്തുകൾ, വേണ്ടാത്ത ആദത്തുകൾ അട്ടിമറിഞ്ഞ് വന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നില്ലേ. പല ആദത്തുകളും ഊഹിക്കാൻ പോലും പറ്റാത്ത പല വിഷയങ്ങളും. സുബ്ഹാനല്ലാഹ്, പെണ്ണും നോക്കിയിട്ടല്ലേ, പെണ്ണെന്ന് നോക്കിയില്ലേ, എത്ര ബാപ്പമാരാണ് ഓരോ വീടും കയറി ഇറങ്ങിയിട്ട് കാലുകടയിലല്ലേ പുയ്യാപ്പിള നോക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിക്കുന്ന അറിയുമ്പോഴത്തേക്കും വായു ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ട്, ഓരോടെ മറുപടി പറഞ്ഞു അതൊന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം. അപ്പം കാത്തു നിൽക്കും, എന്തായി അങ്ങനെ എത്തിയോ അതിൻ്റെ റിസൾട്ട് അത് ഇയാൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ വന്ന് നോക്കും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ധൃതി. ഇപ്പോഴത്തെ തീയെന്നാ ഇപ്പം തന്നെ കിട്ടുന്നേ ഇല്ല. അവന് എന്തെല്ലോ കണ്ടീഷനുകളും എന്തെല്ലോ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പക്ഷേ സാരമില്ല, അങ്ങനെ ഉള്ള പോലെ അങ്ങ് ആക്കുന്ന മുറാദ് ഹാസിലാക്കിനെ ഹാസിലെ മുറാദാക്കിയിട്ട് എങ്ങനെയല്ലോ ഒപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരൊറ്റ മറിയൽ മറിഞ്ഞ് ആദത്ത് മറിയാണ്ടൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇപ്പം അത്തിരിയേ ഉള്ളൂ, അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുന്ന രൂപത്തിലായാലും നമ്മൾ ഒരുപാട് രക്ഷപ്പെടും. അല്ലാതെ ആണെങ്കിൽ കാര്യം വളരെ വിഷമാണ്. ഒരു 3, 4, 5 തരം കറികൾ വേണം. സംഗതി ഒന്നുമില്ല, അവിടെ കൊണ്ടാച്ചു കൊടുത്താൽ മതി, ചിലപ്പോൾ തൊടൂല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരെ ഇല്ല. ചിലപ്പോൾ ചില ഈ ചൂടുള്ള പത്തിലൊക്കെ നെയ്പ്പത്തിലൊക്കെ കിട്ടിയാൽ എന്തിനാ കറിയുടെ ആവശ്യമില്ല, നല്ല സുഖം ഉണ്ടാകും ചൂടോടെ തന്നെ. അപ്പം അങ്ങനെയും കഴിയണം. കറി ഉണ്ടായാലേ പറ്റുള്ളൂ. ചിലക്ക് 2 തരം കറി ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതൊന്നും എന്തല്ല ഒരു യഥാർത്ഥ മുത്തഖിയായ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാണ്. അത് പ്രത്യേകം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, മറ്റൊന്നിങ്ങനെ കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കാതിരിക്കുക. പത്തിരി വന്നിട്ടുണ്ട്, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, അത് വന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വേറെ ആളെങ്ങനെ എന്ത് ചെയ്യുക, കറി വരെ കാത്തു നിൽക്കുക. അത് കരുതുന്നതാണ്. ഇതിനോടുള്ള ഒരു ആദരവ് കുറവാണെന്നത്. ഭക്ഷണത്തിൻ്റെ സാധനത്തിനും എന്തുണ്ട്, ആദരവുണ്ട്. അതിങ്ങനെ നിലത്ത് വീണാൽ എന്തെങ്കിലും അതിൽ പറ്റാത്ത കച്ചറ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് കഴിക്കണമെന്നാണ്. എത്ര ഭക്ഷണമാണ് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, വേസ്റ്റായിട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. ഭക്ഷണ സാധനം അതിന് ഒരു ബഹുമാനവും ആദരവും ഉണ്ട്. പിന്നെ ആ ഒരു തഅദീമും ആദരവും ബഹുമാനം നമ്മൾ കാണണം. അപ്പോൾ ഈ ഖുബ്സ് കൊണ്ടുവന്നു, കറി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ കറീനെ ഇങ്ങനെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ഈ ഖുബ്സിനോട് ചെയ്യുന്ന ഒരു അനാദരവാണെന്നാണ് പറയുന്നത്. വൽ മിൻ കറാമത്തിൽ ഖുബ്സി അല്ലാ യുൻതദറ ബിഹിൽ ഉദുമു വഖദ് വറദൽ അംറു ബി ഇക്റാമിൽ ഖുബ്സ്. അതൊക്കെ ഉണ്ട്. ആ ഭക്ഷണ സാധനത്തിന് എന്തുണ്ട്, ഒരു ബഹുമാനമുണ്ട്. നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. കുല്ലുമാ യുദീമു റമഖ വയഖ്രി അലൽ വയുഖവി അലൽ ഇബാദതി ഫഹുവ ഖൈറുൻ കതീറുൻ ലാ യൻബഗി അൻ യുസ്തഹഖറ ബൽ ലാ യുൻതദറ ബിൽ ഖുബ്സി. അതെ, ഫകുല്ലുമാ യുദീമു റമഖ, നമ്മുടെ ശ്വാസത്തെ നിലനിർത്തുന്ന, ജീവൻ നിലനിർത്തുന്ന എല്ലാം, അതുപോലെ ഇബാദത്തിന് ശക്തി നൽകുന്ന എല്ലാ സംഗതിയും ഫഹുവ ഖൈറുൻ കതീറുൻ, അത് ധാരാളം ഖൈർ തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഈ കോഴി പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും, വൃത്തിയോടുകൂടി ഉണ്ടാക്കി കഴിക്കാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് പിന്നെ
അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്ക്, ഭാര്യക്കും കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്, അത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വൃത്തിയോടെ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ഒരു ആർത്തിയൊന്നും ഉണ്ടാവില്ല. വേറെ സ്ഥലത്ത് ഒരു സദ്യക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഭക്ഷണത്തിനൊന്നും ഒരു താല്പര്യമില്ല, ഇമ്പം കഴിച്ചിടും. അങ്ങനെയൊക്കെയാണ് നമ്മളെ മക്കൾ. കാണുമ്പോഴത്തേക്ക് ദുനിയാവ് കാണാത്ത പോലെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വീണിട്ട് മറുത്ത് തിന്നുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മളെ മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല വൃത്തിയോടെ കൃത്യത്തിലുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് കേട് വരുന്ന സാധനങ്ങളൊന്നും ചേർക്കാതെ. അതാണ് മറ്റുള്ള ഭക്ഷണങ്ങളുടെ ഒരു പ്രശ്നം. അവിടെ എന്താണ് ചേർക്കുന്നത് നമുക്കറിയില്ല. രുചി ഉണ്ടാക്കാൻ പല സാധനങ്ങളും ചേർക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. നമ്മുടെ ആഫിയത്ത്, നമ്മുടെ ആരോഗ്യം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരാൾക്കും തൻ്റെ ആഫിയത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. ക്യാഷ് കൊടുക്കാൻ കഴിയും, മറ്റു പലതും കൊടുക്കാൻ കഴിയും. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നിലനിർത്തി തരുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും സിഹത്തും അത് സംരക്ഷിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നവാസിൻ്റെ ചെറിയ കുട്ടി മരണപ്പെട്ടു പോയി. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുർദദു ഇലാ അർദലിൽ ഉമർ. നേരത്തെ തന്നെ ചാക്കുട്ടിയായിട്ട് തന്നെ പോകുന്നുണ്ട്. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അത് ഖുർആനിൽ പറഞ്ഞു. പിന്നെ വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. എന്നിട്ട് വമിൻകും മൻ യുതവഫ, പെട്ടെന്ന് മരിച്ചു. ചിലപ്പോൾ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. അതിനൊന്നും ആരെയും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അല്ലാഹു തആല കണക്കാക്കിയാണ്. അല്ലാഹു തആല ആ കുട്ടിയെ സ്വർഗത്തിൽ ഈ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കുട്ടിയായി അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല അതിനേക്കാൾ ഹൈറായത് പകരം നൽകട്ടെ. പെട്ടെന്നുള്ള ഒരുപാട് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾക്കറിയാം, വാങ്ക് പിടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മദനി, ഞങ്ങളെക്കാളൊക്കെ ജൂനിയറാണ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് ജൂനിയർ, പക്ഷേ മൂപ്പര് വലിയ ആളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാഹു ആലം. അദ്ദേഹത്തെ കണ്ടു നോക്കുമ്പോൾ, അയാളെ മരണത്തിൻ്റെ ആ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആ ഭാഗത്ത് അടുക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഗുണം കൊണ്ട് നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. പെട്ടെന്ന് മരിച്ചുപോയില്ലേ. വാങ്ക് വിളിക്കുക എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് നോക്കുക, എന്നാൽ വാങ്ക് കൊടുക്കാൻ പോവുക, ആരെങ്കിലും ഏൽപ്പിക്കില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. വാങ്ക് വിളിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് വീണ് പോലത്തേക്ക് ആളുകളൊക്കെ വാഞ്ഞു വന്നവർ മരിച്ചു. അല്ലാഹു തആല അവരെ നമ്മൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ട് തരട്ടെ. അതുപോലെ വേറൊരു മദനി, ഉള്ളാളത്ത് തന്നെയുള്ളൊരു മദനി, മുസ്തഫ മദനി എന്നുണ്ട്, ഞങ്ങളെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ താഴെ ക്ലാസ്സിലായിരുന്നു. അദ്ദേഹം ശൈഖുന താജുൽ ഉലമ അവർക്ക് ഖിദ്മത്തൊക്കെ തീർത്തിട്ടുള്ള ആളാണ്. പെട്ടെന്ന് അദ്ദേഹവും മരിച്ചുപോയി, മുസ്തഫ മദനി. ഇതൊക്കെ ചെറുപ്പക്കാരായ ബിരുദധാരികളായ ചെറിയ മധ്യവയസ്കരായ പണ്ഡിതന്മാരാണ്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പോൾ അടുത്തായിട്ട് മരിച്ചു, സാധാരണക്കാർ മരിച്ചു. പിന്നെ നാദാപുരത്തുള്ള ആവോലത്തിൽ കളത്തിൽ മൊയ്തു ഹാജിൻ്റെ അനുജൻ ജലീൽ ഇന്നലെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്. രാവിലെയും അയാൾ ഈ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ജിമ്മ എന്തോ ഇല്ലേ, അതിനയാൾ പോയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല കാഴ്ചയിൽ. പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിനും സ്വർഗം നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളത്തോടെ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. നല്ല ബോധത്തോടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം ശരിയാക്കി എല്ലാം ക്ലിയറാക്കി നല്ല ബോധത്തോടെ നല്ല കാമിലായ ഈമാനോടെ അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കട്ടെ. അതുവരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ നമുക്ക് അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനമാണ്. അടുത്ത ക്ലാസ്സാകുമ്പോഴേക്ക് നമ്മൾ മുഹറത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ഖുത്ബയിൽ ആ വിഷയങ്ങൾക്ക് നന്നായി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു വർഷം, പൂർണ്ണമായ ഒരു വർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് അടർന്നു പോയി. ആ വർഷം എങ്ങനെയാണെന്നും നമുക്കറിയില്ല. അത് സമൃദ്ധമാണോ എന്നറിയില്ല. അതിലെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, എന്തെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളത്, എന്തെല്ലാം പ്രതികൂലമായിട്ടുള്ളതൊന്നും അറിയില്ല. അനുകൂലമായതൊക്കെ അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകി നിലനിർത്തട്ടെ. പ്രതികൂലമായതൊക്കെ അല്ലാഹു തആല നമ്മുടെ ഇടയിൽ നിന്ന് മായ്ച്ചു തരട്ടെ. ഈ വരാൻ പോകുന്ന മുഹറം കൊണ്ട് തുടങ്ങുന്ന ഹിജറ കലണ്ടറിലെ 1-ാമത്തെ മാസമാണ് മുഹറം.
ആ മുഹറം മാസം കൊണ്ട് തുടങ്ങുന്ന നമ്മുടെ പുതിയ വർഷം അത് എല്ലാ നിലക്കും അള്ളാഹു തആല നമുക്ക് ധന്യമാക്കി തരട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ധാരാളം അമലുകൾ ചെയ്യാൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ പവിത്രതയും ഹുർമത്തും ഒക്കെ നമ്മൾ എല്ലാവരും മാനിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്.